അപ്പൊ ഇതാണ് നമ്മുടെ മുറി. ഐ മീൻ നിന്റെ മുറി. അമ്മ ഉപയോഗിച്ചിരുന്ന മുറി ആയതുകൊണ്ട് കുറച്ച് വൃത്തിയും എടുപ്പൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഈ മുറി മൊത്തം നീയാണല്ലോ. ഫോട്ടോഗ്രാഫ്സ് ആർ ഫ്രെയിംഡ് മെമ്മറീസ്, അമ്മയുടെ ഫിലോസഫി. പിന്നെ ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന സുന്ദരന്മാരായ മോഡൽസ് ഞാനും അപ്പ ആയതുകൊണ്ട് അമ്മ എടുത്തേക്കുന്ന ഫോട്ടോസ് മുഴുവൻ ഞങ്ങളുടെ. അന്നും നല്ല അലമ്പായിരുന്നല്ലേ? പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. അന്നും ഇന്നും എന്നും നല്ല കട്ടക്കൂറയാണ്. പിന്നെ ഇവിടെ ഇതിനു മാത്രം ഫോട്ടോസ് ഉണ്ടായിട്ടും നിന്റെ കണ്ണുടക്കിയത് ഈ ഫോട്ടോയിലാണല്ലേ. നിന്റെ ചാട്ടം എങ്ങോട്ടാണ് നീ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അയ്യടാ. ആ പിന്നെ നീ എന്തിനാ നേരത്തെ ആ ചേട്ടൻ്റെ അടുത്ത് ഒച്ച വെച്ചേ? അത് കുറച്ച് ഓവറായി പോയിട്ടോ. ശരിയായില്ല. അത് ശരിയായില്ലല്ലേ? എനിക്ക് തോന്നിയത്. സാരമില്ല, 2 ദിവസം കഴിയുമ്പോൾ പുള്ളി വീണ്ടും തന്നെ കാണിക്കും. അപ്പോൾ നമുക്ക് ശരിയാക്കി കൊടുക്കാം. തമാശയാണോ? നല്ല ബോറായിട്ടുണ്ട് കേട്ടോ. പുള്ളി അതൊക്കെ അടുക്കി പറക്കി വെക്കുമായിരുന്നില്ലേ? എടോ മാഡം നിഹാരിക ബാനർജി, സംഭവം മാറ്റിയിട്ട് നമ്മുടെ മുത്താണ്. പക്ഷേ എൻ്റെ സാധനങ്ങളൊക്കെ അതിൻ്റെതായ സ്ഥാനത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എങ്ങനെ അതിൻ്റെതായ സ്ഥാനത്തോ? ആ മുറിയിൽ ഒരൊറ്റ സാധനം പോലും നിരജോ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. എല്ലാം വാരി വലിച്ച് അവിടെ ഇവിടെ മലങ്കോലമായിട്ട്. നമ്മുടെ കെമിസ്ട്രിയിൽ കിയോട്ടിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരിക്കും നമ്മൾ വന്നപ്പോൾ കണ്ടാൽ മുറി. ആ കൂമ്പാരത്തിൻ്റെ അകത്തുനിന്ന് ഒരു സാധനം തപ്പി കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? എടോ നിനക്കല്ലേ, എനിക്ക് ഇതാണ് പെർഫെക്റ്റ് സിസ്റ്റം. യുനോ, ഈ അലങ്കോലത്തിനൊക്കെ ഒരു അലങ്കാരമുണ്ട്, എൻ്റെതായൊരു ഓർഡറുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കൂ. ആകെ മൊത്തം അൽക്കുൽത്താരി എടുക്കുകയല്ലേ, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ കാര്യങ്ങളൊക്കെ നല്ല നൈസായിട്ട് നടക്കുന്നുണ്ടല്ലോ. റബ്ബിഷ്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ റബ്ബിഷ് എന്ന് വിളിക്കല്ലേ വേണം. സി, എന്ത് സാധനവും ഒന്ന് കൈ നീട്ടിയേക്ക് എടുക്കണം. എല്ലാം കൂടെ അവിടെ അടച്ചു പൂട്ടി വെച്ചാൽ അത് നടക്കൂല. ഇപ്പം ഈ റൂമിനകത്ത് എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കാനുണ്ടെങ്കിലും എനിക്കത് ഭയങ്കര ഈസിയാണ്. എന്തെങ്കിലും വേണം ചോദിച്ചു, ഞാൻ എടുത്തു തരാം. ചോദിക്കും. ടവൽ 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 ദേ ടവൽ. ചീപ്പ് 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 അണ്ടർവെയർ. അണ്ടർവെയർ അണ്ടർവെയർ. ഹൈ ആ വെച്ചോ. എടുത്തോ. പെയിന്റ് ബ്രഷ്. പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ് പെയിന്റ് ബ്രഷ്. സിസേഴ്സ്. സിസേഴ്സ് ചെറുതോ വലുതോ? മീഡിയം. മീഡിയം മീഡിയം. വാലറ്റ് ഉണ്ടോ? വാലറ്റ് ഉണ്ടല്ലോ. പേന. പേന ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല, ഞങ്ങൾ ആരും പേന ഉപയോഗിക്കാറില്ല. ഞങ്ങളൊക്കെ പെൻസിലിന്റെ ആൾക്കാരാണ്. അതാവുമ്പോ തെറ്റിയാൽ മാച്ചിട്ട് വീണ്ടും എഴുതാലോ. അതേ പേന വന്നല്ലോ. മിസ്റ്റർ ശിവനാഥ്, ദേശാടനമൊക്കെ കഴിഞ്ഞോ? അത് കഴിയുന്നില്ലല്ലോ. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് റൂട്ട് മാറ്റി പിടിച്ചതാ. ആരുടേത്? പരിചയപ്പെടുത്താം. ഇത് നിഹാരിക. വെറും നിഹാരിക അല്ല, നിഹാരിക ബാനർജി. പിന്നെ ക്ലോസ് ആയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിഹാന്ന് വിളിക്കാം. ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് വേണ്ടി വന്നതാ. കുറച്ചാണ് ഇവിടെ ആയിരിക്കും താമസം. അല്ല, എന്റെ പേനങ്ങി. അയ്യോ, പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് മിസ്റ്റർ മാർട്ടിൻ. ഞാൻ മാർട്ടിൻ എന്ന് വിളിക്കും. ഇവിടുത്തെ ഓൾ നോളാണ്. ഈ വീട് മൊത്തം ഭരിക്കുന്ന പുള്ളിയാ. ശബ്ദം കേട്ടില്ലേ? സലോമി ചേച്ചി. സലോമി ചേച്ചിയുടെ ഭാര്യയാണ് മാർട്ടിൻ. അതെ. അല്ല കുഞ്ഞെ, എന്റെ ഭർത്താവ്. അതെ, അതാണ്. പിന്നെ ഇത് മിസ്റ്റർ ശിവനാശൻ. ആർട്ടിസ്റ്റ്, ആക്ടിവിസ്റ്റ്, ട്രാവലർ, എന്ത് സീനും പിടിക്കും. എന്റെ ഒരു ആശാനാണെന്നോ ചേട്ടനാണെന്നോ സുഹൃത്താണെന്നോ ഒക്കെ പറയാം. പിന്നെ എന്റെ പൊന്നു മോളെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികളാണ്. സലോമേച്ചേ, കാപ്പി അറിയല്ലേ? 2 കാപ്പി. എനിക്ക് ചായ മതി. ആ ബെസ്റ്റ്. യവനോട് എന്റെ പൊന്നു മോളെ, ഇത് നോ ചായ സോണാ. ഈ കൂട്ടുകാരന് കാപ്പി മാത്രമേ ഇറങ്ങത്തുള്ളൂ. ഇത് ഈ പാവങ്ങള് കട്ടനിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന ചായപ്പൊടി പോലെ ഇവനെടുത്ത് പള്ളേ കളഞ്ഞു. നിന്റെ ചായ ബോറാണ്. നിങ്ങൾക്ക് ഞാനൊരു കാപ്പി ഇടാം. പുറത്ത് വന്നാ മതി കേട്ടാ. നമ്മളെ പുറത്ത് കാറ്റുകൊണ്ടിരിക്കും. മോളുടെ വീട്ടുകാരൊക്കെ ബാംഗ്ലൂരാണ്. എത്ര നാളായിട്ട് അറിയാം അവനെ? അധികമായിട്ടില്ല, ഒരു 2-3 ആഴ്ച. ഞാനുൾപ്പെടെ അവൻ്റെ ലൈഫിൽ ചേർത്ത് വെച്ചിരിക്കുന്നവരുടെ എണ്ണം എടുത്താൽ 10 താഴെ കാണത്തുള്ളൂ. അവരെല്ലാം തന്നെ അവൻ്റെ ലൈഫിൽ കൂടിയിട്ട് വർഷങ്ങളായവരാ. അവരുടെ ഇടയിലേക്ക് മോളെ കൂട്ടിക്കൊണ്ട് അവൻ വന്നിരിക്കുന്നത്.
പക്ഷേ ഞാനിവിടെ കുറച്ച് ദിവസം ഒരു പേയിങ് ഗസ്റ്റ് പോലെ. പേയിങ് ഗസ്റ്റിനും അപ്പുറത്തേക്ക് മോളെ അവൻ വാല്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നതും ഒരു മുറി തുറന്നു വന്നതും ഒക്കെ. എനിക്കറിയില്ല അവനെ. അതിലൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ കാണിച്ചു കൂട്ടുന്ന ചിലരുടെ കുറുമ്പുകളൊക്കെ ഉള്ളൂ. മനസ്സുകൊണ്ട് വളരെ വീക്കായിട്ടുള്ള ഒരാളാണ്. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം കൂടെ നിൽക്കുമ്പോൾ മോളറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. 2 മരണങ്ങൾ കൊണ്ട് വല്ലാതെ പകച്ചു പോയൊരു മനസ്സാവൻ്റെ. അവന് 10 വയസ്സുള്ളപ്പോൾ അവൻ്റെ അപ്പം മരിച്ചു. അത് കണ്ണിൻ്റെ മുന്നിലായപ്പോൾ വല്ലാതെ പേടിച്ചു പോയി. വലുതാകുമ്പോൾ ആ പേടി മാറുമെന്നൊക്കെ ഓർത്തെങ്കിലും അപ്പോഴേക്കും ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു ഫോബിയായി മാറിക്കഴിഞ്ഞിരുന്നു. മരണമായ ബന്ധമുള്ള എന്തും ചത്ത് കിടക്കുന്ന എറുമ്പ് പോലും ഇന്ന് അവനെ ഡിസ്റ്റർബ് ചെയ്യും. ആ സമയത്ത് അവൻ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ ഈ കഥകളൊന്നും അറിയാത്ത ഒരാൾക്ക് ഭ്രാന്തായിട്ട് തോന്നും. പിന്നെ അവൻ്റെ അമ്മ, അവർ രണ്ടുപേരും മാത്രമായിരുന്നുകൊണ്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അവർ തമ്മിൽ. ഒരു മുന്നറിയിപ്പുമില്ല, ഒരു അസുഖം വരുന്നു, കഷ്ടിച്ച് 1 മാസത്തെ എക്സ്ട്രീം പെയിൻ. അമ്മ പോയി, അതും അവൻ അടുത്തിരിക്കുമ്പോൾ. ചടങ്ങുകൾക്കൊന്നും അവനില്ലായിരുന്നു. മുറിയടച്ച് ഒരേ ഇരിപ്പ്. പിന്നെ സൈക്കോളജിസ്റ്റുമാരും കൗൺസിലർമാരും മരുന്നുകളും. കുറച്ചു നാളെടുത്തു ഞങ്ങൾക്ക് അവനിൽ നിന്ന് തിരിച്ചു കിട്ടാനേ. ഇപ്പൊ അവന് ലൈഫിനോട് വല്ലാത്ത ഭ്രാന്താണ്. അപ്പനെയും അമ്മയും കൊണ്ടുപോയ മരണത്തോട് അവൻ തന്നെ നടത്തുന്ന യുദ്ധം. പക്ഷെ ചില സമയത്ത് അവ അതെല്ലാം മറക്കും. അപ്പോഴാണ് അവ ഒരു പക്ക ആർട്ടിസ്റ്റ് ആവുന്നത്. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്താലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കപ്പ് പിടി, കാപ്പി കുടി. കോഫി ഈസ് കഫേൻ, കഫേൻ ഈസ് ക്രിയേറ്റിവിറ്റി എന്ന് ആരാശനെ പറഞ്ഞിട്ടുള്ളത്? നീ തന്നെ. അത് കറക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വരുന്നു. അല്ലല്ല, ഒരു കോഫി കുടിക്കുന്ന സമയം. നീ ഇങ്ങോട്ട് കയറി വന്നേ. എന്താന്നാടാ ഇത്? ഇങ്ങോട്ട് കയറി വേടാ. ഇല്ലടാ, ഞാൻ വരുന്നു. പോരുന്നു പോരുന്നു പോരുന്നു. ആരാ? ഞാൻ അങ്ങോട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ എന്റെ ഡ്രൈവർ എന്നെ ഇവിടെ ഇട്ടേച്ച് പൊക്കളെ. ഡ്രൈവർ എന്നോല് അങ്ങനെയൊക്കെ ഉണ്ട്. ലൈറ്റ് എടുത്ത മോളെ പോട്ടെ. ആ ചെക്കോവിന്റെ വിവർത്തനാണത്. ചെറിയൊരു പുസ്തകമല്ലേ, NPS റിപ്പോർട്ട് അടുത്ത് തരാം. ഓ സമാധാനേ. നീയാണ് ഈ തിരക്കടിക്കുന്ന ഡ്രൈവർ. നിനക്ക് ഈ പണിയുണ്ടാ? നീ എന്താ എത്തൂരാത്തെ? ഒന്നുമില്ലേ? ആപ്പടെ ദേഷ്യപ്പെട്ടിരിക്കുക. നിങ്ങൾ എന്നോട് വരുന്നുണ്ടോ? ഞാൻ വരുന്നെന്ന്. സാറങ്ങനെ തിരക്കടിച്ച പോലെ എന്താ കാര്യം എന്ന് പറഞ്ഞാ അവിടെ അറിയട്ടെ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ നീ എന്താ എത്തൂരാത്തെ? ഒരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ പേരിൽ ഒന്നും ചെയ്തില്ലെന്ന് അവന്റെ പരാതി. ആണോ? അതാണ് അതിന്റെ പ്രശ്നം. അത് തന്നെയാണ്. സൗത്ത് ഇന്ത്യ ടൂർ മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് പരിപാടിയും പിടിച്ച് പ്രാക്ടീസ് തുടങ്ങി വെച്ചിട്ട് എങ്ങനെ പോയി, എങ്ങനെ വരും, എന്താണ് സംഭവം, എവിടാണ് സ്റ്റേ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിട്ടുണ്ടോ ഇവനുൾപ്പെടെ ആരിലും? ഇല്ല. അതുകൊണ്ട് വരുന്നുണ്ടോ എന്നോട്? പോലെ സൂരജ് പാട്ടുകാരാ, ആദ്യമായിട്ടാണോ നിങ്ങൾ എന്റെ കെയർ ഓഫിൽ ഒരു പരിപാടിക്ക് പോകുന്നത്? അല്ല. ഏതെങ്കിലും ഒരു പരിപാടിക്ക് നിങ്ങൾ KSRTC ബസ്സിലോ ജനറൽ കമ്പാർട്ട്മെന്റിലോ പോണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്ത് മാങ്ങാത്തൊലിക്കാണ് ഈ ഷോ ഓഫ് കാണിക്കുന്നത്? ആർക്ക് ഷോ ഓഫ്? ഈ കോഴിക്കോട്, തിരുവനന്തപുരം, ഈ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന പരിപാടി പോലെയാണത്. 8-10 ഷോ, 3-4 സംസ്ഥാനം, എന്തെങ്കിലും ഒരു കോർഡിനേഷൻ വേണ്ടേ? എല്ലാവർക്കും കൂടെ വേണം. മതി, എനിക്കൊരു നിർബന്ധമില്ല. ഈ ജനറൽ കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ. നമുക്ക് ഇവന്മാരെ ടിക്കറ്റ് എടുക്കാതെ ജനറൽ കമ്പാർട്ട്മെന്റ് കയറ്റി വിടാം. ഇവന്മാര് വരി തെറിച്ച് പാട്ട് പാടട്ടെ, കിട്ടുന്ന കാശ് നമുക്ക് ഷോ നടത്താം. ഭയങ്കര വെറൈറ്റി ആയിരിക്കും, ഒടുക്കത്തെ ന്യൂസ് വാല്യൂ. നീ ഭയങ്കര ഐഡിയ ഉള്ളവനാണ്. നിങ്ങൾ എന്നോട് വരുന്നില്ലല്ലോ. ഞാൻ വരുന്നടാ. എടാ പതുക്കെ സ്നേഹത്തോടെ സ്റ്റാർട്ട് ആവും. അതിന് ഉപദ്രവിക്കല്ലേ? സ്നേഹത്തോടെ. പറ്റാത്ത പരിപാടി കേട്ടോ കേട്ടാ. മോളെ കുഞ്ഞിനെന്തോ പറ്റി? എന്താ? കുഞ്ഞിന് വയ്യ ഒന്ന് നോക്കി. വാ. അയ്യോ, ലൂക്ക, എന്തു പറ്റി? ലൂക്ക, എന്താ? എന്ത് പറ്റിയെന്ന് അറിയില്ല കുഞ്ഞ്. പെട്ടെന്ന് ബോധം പോയി. ഞാനിപ്പോ വെള്ളം മുഖത്തൊക്കെ തളിച്ചാ എഴുന്നേപ്പിച്ചത്. എന്തു പറ്റി? ഞങ്ങള് കയറി വരുമ്പോ കുഞ്ഞ് സൈക്കിൾ എടുത്തോണ്ട് പുറത്തേക്ക് പോയി. എന്താ പറ്റിയ? ഒരു 10 മിനിറ്റ് ആയി കാണും. ഞാൻ ചെടി നടിച്ചോണ്ടിരിക്കുന്നു. ആകപ്പാട് വെപ്രാളപ്പെട്ട് തിരിച്ചു വന്നു. സൈക്കിൾ ഇവിടെ വെച്ചു ബോധം കെട്ടു വീണു. ഗ്രൗണ്ടിനടുത്തുള്ള മരത്തില് ഒരാള് തൂങ്ങി നിൽക്കാ. നാക്കൊക്കെ പുറത്തു വന്ന് ചുറ്റും കുറെ ആൾക്കാരും.
കുഞ്ഞു ഉറങ്ങിയോ മോളെ? ഇതിപ്പോൾ പലതവണയായി. കുഞ്ഞിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം കുഞ്ഞിന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ശിവനാശൻ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ചേച്ചിയുടെ കയ്യിൽ ശിവനാശൻ്റെ നമ്പർ ഉണ്ടാവോ? നമ്പർ വിളിച്ചാൽ കിട്ടുമോയെന്നറിയില്ല. നമ്പറുണ്ട്, തരാം. നെക്രോഫോബിയ എന്നത് മരണത്തോടുള്ള അല്ലെങ്കിൽ മരണത്തെ സൂചിപ്പിക്കുന്ന വസ്തുക്കളോടുള്ള, അതായത് ഫ്യൂണറൽസ്, കല്ലറകൾ, കോഫിൻസ്, ശവശരീരങ്ങൾ, ഇവയൊക്കെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു അകാരണമായ ഭയം. സാധാരണ നമുക്കൊക്കെ തോന്നുന്ന പേടിയുണ്ടല്ലോ, അതിൻ്റെയൊക്കെ എക്സ്ട്രീം കണ്ടീഷനാണ് ഈ ഫോബിയ. ലൂക്കയ്ക്കുണ്ടായതുപോലെ ചിലപ്പോൾ അൺകോൺഷ്യസ് ആവാം, ശ്വാസം മുട്ടുന്നത് പോലെ തോന്നാം, പാനിക് അറ്റാക്സ് വരാം. ഇതിൽ നിന്നൊക്കെ മനസ്സിനെ പിന്തിരിപ്പിക്കലാണ്, അല്ലെങ്കിൽ മനസ്സിനെ അതിൽ നിന്ന് മാറ്റിയെടുക്കലാണ് ഏറ്റവും ബേസിക്കലായ ട്രീറ്റ്മെൻറ്റ്സിൽ ഒന്ന്. അവനെ അതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരയും കുറിയൊക്കെ പഠിപ്പിച്ചത്. കലയിലുള്ള അവൻ്റെ ഒരു എക്സ്ട്രീം ഇൻട്രസ്റ്റ് സത്യത്തിൽ അവനുള്ള ട്രീറ്റ്മെൻറ്റ് കൂടിയാണ്. കലകളാണ് മനുഷ്യ മനസ്സിന് ഏറ്റവും നല്ല തെറാപ്പി. ദാറ്റ്സ് സയന്റിഫിക്കലി പ്രൂവൺ. ലൂക്കയുടെ കാര്യത്തിൽ നമ്മൾ അതാ ചെയ്തത്. ഒന്ന് റിക്കവറായി എന്ന് തോന്നിയപ്പോഴാ അമ്മയുടെ മരണം. അയാളിപ്പോൾ ആക്ച്വലി നെക്രോഫോബിക് മാത്രമല്ല, തനാറ്റോഫോബിയ എന്ന കണ്ടീഷൻ കൂടിയുണ്ട്. ഡെത്ത് ആങ്സൈറ്റി, മരണഭയം എന്നൊക്കെ പറയില്ലേ. അമ്മയുടെ മരണം കൂടി ആയപ്പോൾ അയാളുടെ അടുത്ത് എവിടെയോ മരണം ഒളിച്ചിരിപ്പുണ്ട് എന്നൊരു തോന്നൽ. ഈ കണ്ടീഷൻ ഇൻക്യൂറബിൾ ഒന്നുമല്ല, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. നിന്റെ പേടികളെ ഞാനും പേടിച്ചു തുടങ്ങിയിരുന്നു ലൂക്ക. I wish you didn't have to go through this. ലൂക്ക, നീ ഇന്ന് ചെയ്തത് വളരെ മോശമായിപ്പോയി. ഞാൻ എൻ്റെ അമ്മയോട് പോലും ഷെയർ ചെയ്യാത്ത കാര്യങ്ങളാണ് നീ ഇന്ന് അവിടെ വിളിച്ചു കൂവിയത്. എനിക്ക് എന്നെ അങ്ങ് കൊല്ലായിരുന്നില്ലേ ലൂക്ക? എടോ, താൻ പോയി വണ്ടി എടുത്തിട്ടോ, ഞാൻ ഇവിടെ നിൽക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ തിയേറ്ററിൻ്റെ അവിടെ ഇടാന്ന്. അവിടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. ഓ, സിനിമ കാണാനും കാശ് കൊടുക്കണം, പാർക്കിങ്ങിനും കാശ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി നടക്കുന്നില്ല. ഇവിടെ ഫ്രീ പാർക്കിംഗ് ഉള്ളത് വെറുതെ അവിടെ കൊണ്ട് കാശ് കൊടുക്കുന്നത്. 5 രൂപയായിരുന്നു പാർക്കിംഗ് ഫീ. 10 സിനിമയുടെ രൂപ 50 പോയില്ലേ? നമ്മളിന്ന് ഒരു സിനിമയിലേ കണ്ടുള്ളൂ. ഇനിയും കാണുമല്ലോ. എടോ, എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് വിശക്കുന്നു. അതാണോ പ്രശ്നം? എന്താ വിശപ്പല്ലേ പ്രശ്നം? ഫ്രീ ഫുഡ്. ഇതെന്ത് സ്ഥലം ഇത്? പറഞ്ഞിട്ട് പോടും. എന്താടോ ഇതുപോലെ കല്യാണ പാർട്ടിയാ? എന്ത് പാർട്ടിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ ഇവിടെ എപ്പോ വന്നാലും എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ടാവും. ഫ്രീ ഫുഡും കിട്ടും, കള്ളം കിട്ടും. കഴിക്കുക, ചിരിച്ച് കളിക്കുക, പോവുക. എന്നാലും അതൊരു ബോറടപാടല്ലേ? ആയിരുന്നു. ഞാൻ ഫുഡ് എടുത്തിട്ടില്ല. 2 പേർക്കുള്ള ഫുഡ്. കഴിച്ചു കഴിച്ചു. ഇവർക്ക് ഫ്രൈ ഒന്നും ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ നമ്മൾ ചോദിക്കണൊന്നും കിട്ടുമൊന്നുമില്ല. ഇവിടെ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാം. കൊള്ളാം. ഓക്കെ, തരക്കേടില്ലാത്ത ഭക്ഷണമാണ്. എടോ, അങ്കിൾ അവിടെ നിൽക്കുന്നു. എന്ത് ചെയ്യും? അതിൻ്റെ വേണ്ട. എടോ, ഇങ്ങോട്ടേക്ക് വരുന്നു. നേഹ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, ഒറ്റയ്ക്ക്. ഇല്ല സാറില്ല, ഞാൻ പോയിട്ട് വരാം. എടി, നീ എന്താ ഈ കാണിക്കണേ? ആ ചേട്ടായുടെ കൂടെയാണ് താമസം. അങ്കിളുടെ വീടിനെക്കാളും സേഫാണ് ഞാനവിടെ. ഒരു പെഗ്. ഞാൻ നിന്റെ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. എന്തേ, പറഞ്ഞുകൂടായിരുന്നോ? ഞാനും കൂടാൻ ചില കാര്യങ്ങൾ പറയാൻ. നീ ഒന്നും പറയില്ല? അതങ്കിളിന് തോന്നുന്നതാ. എനിക്കിപ്പോൾ നിങ്ങളെ പേടിയൊന്നുമില്ല, പുച്ഛമാണ്. നീ അവനോടെല്ലാം പറഞ്ഞ? പറഞ്ഞെങ്കിൽ
താണി ഞങ്ങളെ തൊട്ടു പോരുത്. നീ ആരാ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബകാര്യം താൻ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. മാമനൊരു കാര്യം മനസ്സിലാക്കി, ഇവള് തന്റെ പഴയ പെങ്കൊച്ചല്ല, തൊടാനും തലോടാനും. അറിയട്ടെ, എല്ലാരും അറിയട്ടെ, ഞങ്ങളെ തനിക്കോണം. ഇവള് മാത്രമുള്ളായിരുന്നു, അത് വേറെയും പിള്ളേരുണ്ടായിരുന്നു തനിക്ക് മാമൻ കളിക്കാൻ. വീട്ടില് കുട്ടികളുടെ ഇയാളുടെ മുഖം ശരിക്കും നോക്കി വെച്ചു. വീട്ടിൽ കയറ്റാൻ കൊള്ളതായിട്ടോ. ലൂക്ക, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എവ്രിബഡി ഈസ് നോട്ട് എ ബ്ലഡി ഓപ്പൺ ബുക്ക് ലൈക്ക് യു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തൊരു കാര്യം നീ അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പോകിയത്. എനിക്കറിയാം എനിക്കത് എത്ര ഡിസ്റ്റർബിംഗ് ആണെന്ന്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിനക്ക് ചിലപ്പോൾ അയാളോട് ഡിപ്ലോമാറ്റിക്കായിട്ട് പെരുമാറാൻ പറ്റുന്നുണ്ടാവും, സാധാരണ പോലെ സംസാരിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനും അയാളോട് അങ്ങനെ തന്നെ പെരുമാറണമെന്ന് നീ വാശി പിടിക്കാൻ പാടില്ല. നീ എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടൊന്നുമില്ലായിരുന്നെങ്കിൽ ഞാൻ അയാളുടെ അയക്കട്ടെ രണ്ടെണ്ണം പൊട്ടിച്ചേനെ. ഞാൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അവിടെയുള്ള ആൾക്കാർ നിന്നെപ്പറ്റി എന്ത് ചിന്തിച്ചാലും അതെനിക്കൊരു പ്രശ്നമല്ല. നമ്മളവിടെ ചെന്ന സമയം മുതൽ അയാൾ നിന്നെ നോക്കിക്കൊണ്ടിരുന്ന രീതി നീ കണ്ടോ? ഞാൻ കണ്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അയാളെന്നല്ല, ലോകത്ത് മറ്റൊരാളും നിന്നെ അങ്ങനെ നോക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല. എനിക്കറിയാം നീ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവില്ല. നിന്റെ റിസർച്ച് തേങ്ങ കഴിഞ്ഞാൽ നീ ഇവിടെ നിന്ന് പെട്ടിങ്ങിടക്കൊക്കെ എടുത്ത് പോവും. പക്ഷെ ഇപ്പോ നീ എനിക്ക് എൻ്റെ ആരൊക്കെയോ ആണ്. Come and get me close. You are my light, don't fade away. Come and get me close. You are my light, don't fade away. And taking me, oh, you're right. Oh, you're right. Oh, you're ലൂക്ക, ഞങ്ങൾ ഈ പെൺപിള്ളേർക്ക് എക്സ്പെക്ടേഷൻസ് ഒരുപാട് കൂടുതലാണ്. അത് ഈ പ്രേമത്തിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ കാര്യത്തിൽ ഭയങ്കര ഓവറ.
നിന്റെ പ്രപ്പോസൽ ആക്ച്വലി അത്ര പോരായിരുന്നു. കുറച്ചുകൂടിയൊക്കെ ഒരു എക്സൈറ്റ്മെന്റും ഒരു ഡ്രാമയും ഒക്കെ ആവായിരുന്നു. പിന്നെ കുറേ അധികം റൊമാൻറ്റിക്കും ആവായിരുന്നു. ലൂക്ക, നീ ഒരു സൂപ്പർ ഹീറോ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നീ എന്ന ആർട്ടിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നീ എന്ന മനുഷ്യനുള്ള പരിമിതികൾക്കപ്പുറമുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ചെയ്യാൻ നോക്കി ഇന്നത്തെ പോലെ നീ തളർന്നു പോകുമ്പോൾ ഐ റിയലി ഹേറ്റ് ദി ആർട്ടിസ്റ്റ് ഇൻ യു. ബിക്കോസ് ഐ എം മാഡ്ലി ഇൻ ലവ് വിത്ത് ദ പേഴ്സൺ യു ആർ. എടോ, താൻ എന്നെ വിട്ടിട്ട് പോവോ? ഞാനെവിടെ പോവാനാ? ഇതല്ലേ എൻ്റെ ലോകം. സലോമി ചേച്ചി പറയുന്ന പോലെ കുപ്പിയും പാട്ടയൊക്കെ പറക്കി പെയിന്റും ഒക്കെ അടിച്ച് ഞാനിവിടെയൊക്കെ തന്നെ കാണും. താനല്ലേ ജിപ്സി. താൻ എന്നെ ഇട്ടിട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ ഞാൻ എങ്ങനെ പോവും? പോയ തന്നെ എവിടം വരെ പോവും? തനിക്ക് പോകാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളില്ലേ. ബാംഗ്ലൂർ അമ്മയുടെ അടുത്തേക്ക് പോവാം, അല്ലെങ്കിൽ കൽക്കത്തയിൽ അച്ഛൻ്റെ വീട്ടുകാരില്ലേ, അവിടെ പോവാം. ഒന്നുമില്ലെങ്കിൽ റിസർച്ചൊക്കെ തീർത്ത് വിദേശത്ത് വല്ലതും പോയി സെറ്റിലാവാം. തനിക്ക് എവിടെ വേണമെങ്കിലും പോവാം, പറന്ന് നടക്കാം. പക്ഷെ ഇതിൽ എവിടെ പോയാലും ഇവിടെ കിട്ടുന്നൊരു സേഫ്റ്റി ഉണ്ടല്ലോ, അത് കിട്ടുമോ? എല്ലാം ഭയങ്കര പെട്ടെന്നായി പോയെന്ന് തോന്നുന്നുണ്ടോ എനിക്ക്? അയ്യേ, ആരുടെടുത്തെങ്കിലുമൊക്കെ ഇഷ്ടം തോന്നുന്ന ഇങ്ങനെ ആലോചിച്ച് പ്ലാനൊക്കെ ചെയ്യേണ്ട കാര്യമാണോ? അതൊക്കെ ഇതേപോലെ ഇങ്ങനെ നൈസായിട്ട് സംഭവിക്കണം. പിന്നെ നിൻ്റെ ഒരു ഇളക്കമൊക്കെ കണ്ടപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു. ആൻഡ് സി, എൻ്റെ ഇൻറ്റ്യൂഷൻ സെറ്റാറില്ല. അതുകൊണ്ട് എങ്ങാനും നീ പെട്ടെന്ന് വല്ലതും ചാടി കയറി പ്രപ്പോസ് ചെയ്താൽ ഒരു യെസ് പറയാൻ ഞാൻ റെഡിയായിരുന്നു. ആണോ? ആ, ശരിക്കും? ഒരു മിനിറ്റ്. എന്താ, എവിടെ പോവാ? ഇതെന്താ? അമ്മയുടെ കണ്ണിന്റെ മുമ്പിലില്ലെങ്കിലും ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നൊരർത്ഥത്തിന്. മോളെ, ഒരു ചൂട് കട്ടാപ്പി തരൂ. ഈ കെട്ടൊന്ന് പറയാ. എടാ, നീ എന്തറിഞ്ഞിട്ടാണ് ഇവിടെ ചടഞ്ഞുകൂടിയിരിക്കുന്നേ? ആ മാർട്ടി സലോമി വരാത്ത എന്താന്ന് നിനക്കറിയോ? അറിയടാ, കുഞ്ഞമ്മയ്ക്ക് സംഭവിച്ച എന്താന്ന് നിനക്കറിയോ? ആ, എടാ, നിന്റെ ചുറ്റും നടക്കുന്ന എന്താന്ന് അറിയണമെങ്കിൽ ഇനി വേറെ ആരെങ്കിലും വന്ന് പറയണോ? ഇങ്ങോട്ടാ നിന്റെ, ഇങ്ങോട്ടാ. എല്ലായിടത്തും എന്റെ കണ്ണെത്തണോന്ന് വെച്ചാൽ ഇന്നലെ കമ്പനിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും ഇറങ്ങണമെന്ന് പറഞ്ഞു. കോടതിയിൽ നിന്ന് ആ കടലാസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എവിടെ പോകാനാണ്? അപ്പം നിങ്ങൾ പിള്ളേർ കമ്പനിക്കാരുമായി സംസാരിച്ച് എല്ലാം ശരിയാക്കിയെന്നല്ലേ പറഞ്ഞത്? എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ എന്താ സംഭവിച്ചെന്നറിയില്ല. ആ കുഞ്ഞമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. 2 പ്രാവശ്യം അറ്റാക്ക് വന്നതാണ്. 10-30 കൊല്ലമായി കെട്ടിയനെ കാത്തിരിക്കണത്. ഈ കോളനിയിലെ വീടല്ലാതെ അവർക്കൊന്നുമില്ല. അല്ല, എല്ലാവരുടെയും സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാണ്. ആശാനും ലൂക്കയും ഹോസ്പിറ്റലിലേക്ക് എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അധികാരം ഉണ്ടാക്കിയ വീടാ. അങ്ങനെ വരുമ്പോ ഞാനിവിടെ വേണ്ടേ? ഞാനങ്ങ് പോവില്ല. കോർട്ട് ഓർഡർ പ്രകാരം നാളെ കോളനി ഒഴിപ്പിക്കും. അവിടെ നിന്ന് എല്ലാവരും പോകാനായിട്ട് തയ്യാറായതാണ്. അപ്പോഴാ കുഞ്ഞമ്മ എടുത്ത് കിണറ്റി ചാടിയത്. சத்தம் கேட்டுச்சு. கிணத்துக்கிட்ட போய் பார்த்தா கிணத்துக்குள்ள விழுந்திருந்தாங்க. செத்து போயிருப்பாங்கன்னு நினைச்சேன். പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അങ്ങെടുത്ത് ചാടി. ഭാഗ്യത്തിന് മുടി കൈ കിട്ടി, പൊക്കി അങ്ങ് കയറ്റി.
അങ്ങനെ കൊടുക്കുന്നില്ല. ലൂക്ക ഒന്നിങ്ങ് വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം പോയി ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് നിന്റെ ഫ്രണ്ട്സിനോട് പറയാം, അവർ പോയി ചെയ്യട്ടെ. ഇന്ന് ഓൾറെഡി നല്ല ഡിസ്റ്റർബ്ഡാ. പ്ലീസ് നമുക്ക് വീട്ടിൽ പോകാൻ ലൂക്ക. എനിക്കൊരു കുഴപ്പമില്ല, ഐ എം ഓക്കെ. നീ എന്തിനാ പേടിക്കുന്നേ? എനിക്ക് പേടി നിന്റെ അവസ്ഥയാണ് ലൂക്ക. നിന്റെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും ആർട്ടിസ്റ്റിക് ഇൻസ്റ്റിങ്സും ഒക്കെ എനിക്ക് മനസ്സിലാവും. ചില കാര്യങ്ങൾ അത് കാണാനും ഹാൻഡിൽ ചെയ്യാനും ഉള്ളൊരു ശക്തി നിന്റെ മനസ്സിലില്ലാന്ന് നീ അത് അക്സെപ്റ്റ് ചെയ്യണം ലൂക്ക. ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ കയറി ഒളിച്ചിരിക്കണോ? നീ എന്ന് പറഞ്ഞ പോലെ കുറേ മനുഷ്യർക്ക് മനസ്സിലാവാത്ത പെയിന്റിംഗ് ഒക്കെ വരച്ച് അത് ഇവിടുത്തെ അപ്പർ ക്ലാസ്സിൽ ഷോ കാണിക്കാൻ വേണ്ടി മാത്രം പൊന്നുമലയ്ക്ക് വിറ്റ് ആ കാശ് കൊണ്ട് ഇവിടെ എല്ലാ ലക്ഷറിയുള്ള കിങ്സ് ലൈഫ് ലൈഫ് ഞാൻ ജീവിക്കുന്നതാണ് നീ വിചാരിച്ച്? അങ്ങനെയാണ് നീ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് നിന്നെ കുറച്ച് അധികം മനസ്സിലായതുകൊണ്ടല്ല ലൂക്ക. നിനക്ക് ഇനിയും നിന്നെ മറന്ന് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നീ ഇതൊക്കെ ചെയ്ത് അവസാനം എങ്ങനെ എൻ്റെ ചെയ്യാൻ പോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് എനിക്ക് നിന്നോട് സൂചിച്ച് ജീവിക്കാനുള്ള കൊതി കാരണമൊന്നുമല്ല. അത് നിനക്ക് വേണ്ടിയാ, നീ സഫർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാ. എൻ്റെ കയ്യിലുള്ള ആർട്ടിനെ ഈ പവറൊക്കെ ഉള്ളു ലൂക്ക, അത് നിനക്കില്ല. നീ അത് മനസ്സിലാക്കിയേ പറ്റൂ. യു ആർ നോട്ട് എ ഗോഡ് ആം സൂപ്പർ ഹീറോ. ഐ നോ. എൻ്റെ 10ാമത്തെ വയസ്സ് മുതൽ എന്നെ കൈപിടിച്ച് നടത്താൻ തുടങ്ങിയ ശിവനാശൻ. പിന്നെയും ഞാൻ ഒറ്റയ്ക്കായപ്പോൾ എനിക്ക് കൂട്ടുവന്ന സ്ഥലവും ചേച്ചിയും മാട്ടും ചേട്ടനൊക്കെ. കുഞ്ഞമ്മയുടെ കാര്യം നീയും കണ്ടല്ലേ? ഇവരൊക്കെ ചേരുന്നതാണ് എൻ്റെ ലൈഫ്. ഇവരെയൊക്കെ മറന്ന് ഇതൊന്നും കണ്ടില്ല എന്നടിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് അങ്ങനെ സെൽഫിഷ് ആവാൻ പറ്റില്ല. ഞാൻ എനിക്ക് തോന്നുന്നു നീ പോയി ചെയ്യും, കാരണം ഇതൊക്കെ നിന്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. പക്ഷെ എനിക്ക് നീ എൻ്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ലൂക്ക. എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും. ഞാനിത് എക്സ്റ്റെൻഡ് വരെയും പോകും. ഇതിലേക്കൊന്നും ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. നീ എന്തിലേക്കാണോ പോകുന്നത് ഞാനും കൂടെ വരും. എനിക്കറിയാം ഈ ഒരു രാത്രിയുള്ളൂ ഈ കോളനിക്കാർക്ക്. അവർക്ക് വേണ്ടി നമ്മളെന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കും ഈ ഒരു രാത്രിയുള്ളൂ. എന്താ ആരാ നിങ്ങളൊക്കെ? ചേട്ടാ ഒന്നും പറയട്ടെ. നിറം ചേർത്ത നിണമോ